ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ട റെസിപ്പി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ പാലക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലക്ക് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് ആട്ടമാവ് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. ഇതിനകത്തേക്ക് മൈദ ഒന്നും ഉപയോഗിക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ആട്ടയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. 1/2 കപ്പോളം പാലക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞതിടുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും 1 നുള്ള് ജീരകം കൂടി ചേർക്കാം, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടിരിക്കും. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്നും കൂടി ഉരുട്ടിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് മൈദയൊന്നും എടുക്കാത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചെറിയ ഉരുളകൾ ഓരോന്നെടുത്ത് ഇത് കണക്ക് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ 2-3 പൊറോട്ട പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കാം. അതിനുശേഷം ഓരോന്നിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇതിൻ്റെ മേലെ നമുക്ക് തൂക്കി കൊടുക്കാം. 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയും വേണം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ട കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ 2-3 ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും കറിയുടെ കൂടെ കഴിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഈ മുട്ടക്കറി വളരെ എളുപ്പത്തിൽ ഞാൻ കുക്കറിലിട്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ സവാളയൊക്കെ ഒരുപാട് നേരം വഴറ്റാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുക്കറിലിട്ട് വേവിച്ചാൽ. പിന്നെ അതിനുശേഷം ഈ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടക്കറിയും ഈ പൊറോട്ടയും ഡിന്നറിന് വേണ്ടി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 2 റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനി വേറൊരു വിധമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.